നമസ്കാരം. എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മക്കൾക്ക് വേണ്ടി ലൈഫ് മാറ്റിവെച്ച അച്ഛനമ്മമാരുടെ കാര്യത്തെക്കുറിച്ച്. അവർ വിവാഹം കഴിച്ച് അവർക്കൊരു മക്കളുണ്ടാകുന്നിടം വരെയാണ് അവരുടെ ലോകവും അവരുടെ ലൈഫും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് മുഴുവൻ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? പ്രത്യേകിച്ചും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന അച്ഛനമ്മമാർ. അവരൊരു നല്ല വസ്ത്രം കണ്ടാൽ അവർ ആദ്യം മക്കൾക്ക് വാങ്ങിക്കൊടുക്കും. അവർ പഴയത് ഉപയോഗിക്കും. ഒരു ചെരുപ്പ് കണ്ടാൽ അവർ ആദ്യം മക്കൾക്ക് വാങ്ങിക്കൊടുക്കും. അവർ പഴയത് ഉപയോഗിക്കും. ഒരു വാച്ച് കണ്ടാൽ അവർ മക്കൾക്ക് വാങ്ങിക്കൊടുക്കും. അവർ പഴയത് ഉപയോഗിക്കും. നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകും. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് വെയിലും മഴയും കൊണ്ട് നടന്ന് മക്കളെ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തും. എന്തെന്നറിയോ? അവർ വന്നത് കഷ്ടപ്പാടിലൂടെയാണ്. അതെൻ്റെ മക്കൾ അറിയരുതെന്നും പറഞ്ഞ് അവർക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കും. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ആ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലിയ നിലയിലെത്തിക്കും. അത് കഴിയുമ്പോഴോ അച്ഛനമ്മയും വയസ്സാകും. വയസ്സായി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ആ മക്കളെ ആശ്രയിച്ചാണ് പിന്നെ അവരുടെ ജീവിതം, അല്ലേ? മക്കളോ, ചില മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യ, അവരുടെ മക്കൾ ഒരു വീടിനുള്ളിൽ ഒരു ഭിത്തിയുടെ മറവിൽ ഇവരെ സൃഷ്ടിച്ച് ഇവരെ ഇത്ര ഈ നിലയിലെത്തിച്ച ആ അച്ഛനമ്മമാർ അനാഥത്വം പേറി കണ്ണുനീർ വാർത്ത് മക്കളുടെ സ്നേഹത്തോടെ ഒരു വിളി കേൾക്കാൻ, അമ്മ ഭക്ഷണം കഴിച്ചോ, അച്ഛൻ കഴിച്ചോ എന്നുള്ള ആ ഒരു ചോദ്യം കേൾക്കാൻ ചെവിയോർത്ത് കാതോർത്ത് കരഞ്ഞുകൊണ്ട് കഴിയുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട് ഈ ലോകത്ത്. അവർക്ക് വേണ്ടതേ അവരുടെ മാളികയോ അവരുടെ പൊന്നോ അവരുടെ പണമോ അവരുടെ ഒന്നുമല്ല. വയസ്സായി കഴിയുമ്പോൾ ആ അച്ഛനമ്മമാർക്ക് വേണ്ട എന്തെന്നറിയോ? ആ മക്കളുടെ കെയറിങ്, സ്നേഹം. അമ്മ ഭക്ഷണം കഴിച്ചോ? ഒരു വിശേഷ ദിവസം വരുമ്പോൾ ഒരു പുതിയ ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ട് എന്നാ അമ്മേ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷമുണ്ടല്ലോ, അവർക്ക് നിധി കിട്ടുന്ന പോലെയാണ്. അതിന് പോലും മനസ്സില്ലാത്ത മക്കൾ തലമുറയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചോളുക, നിങ്ങളുടെ അച്ഛനമ്മമാരോട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ 100 ഇരട്ടി നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ അച്ഛനമ്മമാരോട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരികയുള്ളൂ. നിങ്ങൾ ആ ഓർത്ത് പശ്ചാത്താപിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ അച്ഛനമ്മയും ഉണ്ടാവില്ല മക്കളെ. അത് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. അച്ഛനമ്മമാരുടെ കണ്ണുനീര് വീട്ടിൽ വീഴിക്കരുത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ലവ് യു ഓൾ.